നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ, ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്പറിന് അപേക്ഷിക്കുന്ന സമയത്ത് ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ലേബർ സെസ് അടച്ചതിൻ്റെ രശീതി ഒന്നിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പറയുന്നുണ്ട്. അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനു മുന്നേ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേബർ സെസ് എങ്ങനെ അടക്കാം, എത്രമാത്രം ആണ് അടക്കേണ്ടത്, ഓരോ പ്ലിൻ്റ് ഏരിയക്കും എത്രയാണ് വരുന്നത് എന്നൊക്കെ ഉള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആൾക്കാർ ഇവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചില ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് നമ്മളെ വീട് ഇത്രയുണ്ട്, അപ്പോൾ ഇതിന് എത്ര സെസ് അടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണെന്നൊന്ന് വിശദമായിട്ട് നിങ്ങളെ അറിയിക്കാം എന്ന് കരുതിയത്. അതിൻ്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വീടുകൾക്കാണെങ്കിൽ 107 സ്ക്വയർ മീറ്ററിന് താഴെ പ്ലിന്ത് ഏരിയ വരുന്ന വീടുകൾക്ക് ലേബർ സെസ് അടയ്ക്കേണ്ടതില്ല. ലേബർ സെസ് അടയ്ക്കേണ്ട എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ ലേബർ സെസിൻ്റെ പേപ്പർ ഇല്ലാതെ അപേക്ഷ പഞ്ചായത്ത് കൊണ്ടുപോയാൽ അവർ സ്വീകരിക്കില്ല. ലേബർ സെസ്സിന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളെ ഈ വീട് 107 സ്ക്വയർ മീറ്ററിൽ താഴെയാണ് അതിൻ്റെ പ്ലിന്ത് ഏരിയ വരുന്നതെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് നിങ്ങൾ പഞ്ചായത്തുകളിൽ കൊടുക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫ്യൂച്ചറിൽ നിങ്ങൾ ഭാഗം കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് ലേബർ സെസ്സിൽ പെടും. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ 107 സ്ക്വയർ മീറ്റർ മുതൽ ഒരു 200 സ്ക്വയർ മീറ്റർ വരെ ഉള്ള വീടുകൾക്ക്, ഞാൻ വീടിൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത്, 9350 രൂപയാണ് ഒരു സ്ക്വയർ മീറ്ററിന് നിർമ്മാണ ചെലവ് സർക്കാർ കണക്കാക്കിയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 50 സ്ക്വയർ മീറ്ററിൻ്റെ ലേബർ സെസ് എങ്കിലും അടച്ചിട്ടുള്ള രശീതി പഞ്ചായത്തിൽ ഹാജരാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കെട്ടിട നമ്പറിനുള്ള അപേക്ഷ പഞ്ചായത്ത് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന, അതായത് 107 സ്ക്വയർ മീറ്റർ മുതൽ 200 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്കുള്ള ലേബർ സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്ററിന് 9350 രൂപ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 50 സ്ക്വയർ മീറ്ററിന് ആണ് ലേബർ സെസ് ഇപ്പോൾ അടക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ 4675 രൂപ ആണ് ലേബർ സെസ് ആയിട്ട് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ മിനിമം ഏരിയ വരുന്നത് 107 സ്ക്വയർ മീറ്റർ അല്ലേ, ഏറ്റവും ലോവസ്റ്റ്. അപ്പോൾ അതിന് ആ 107 സ്ക്വയർ മീറ്റർ പ്ലിന്ത് ഏരിയ ഉള്ള ഒരു വീട്ടിന് 10,005 രൂപയാണ് ലേബർ സെസ് വരുന്നത്. ആ സ്ഥാനത്താണ് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ 4675 രൂപ തൽക്കാലത്തേക്ക് അടച്ചിട്ട് രശീതി വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മാക്സിമം വരുന്നത് 200 സ്ക്വയർ മീറ്ററാണ്. അതിന് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 18,700 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക. അതിനും നമ്മൾ ഈ 4675 രൂപ അടച്ചാൽ മതിയാവും താൽക്കാലികമായിട്ട്. ബാക്കി എമൗണ്ട് നിങ്ങൾ ഭാവിയിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അധികം ലേറ്റാക്കാൻ നോക്കണ്ട. എന്നു പറഞ്ഞാൽ ഇപ്പം വീടിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ ഈ കുറഞ്ഞ എമൗണ്ട് നിങ്ങളോട് അടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലാബ് വരുന്നത് 201 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ കാര്യമാണ്. അപ്പോൾ ആ വീടുകൾക്ക് നിർമ്മാണ ചെലവ് ഒരു സ്ക്വയർ മീറ്ററിന് 11,000 രൂപ ആണെന്നാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 50 സ്ക്വയർ മീറ്ററാണ് മിനിമം എല്ലാത്തിൻ്റെയും അടക്കുന്നത് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിൽ 5,500 രൂപയാണ് ലേബർ സെസ് 50 സ്ക്വയർ മീറ്ററിന് വരുക. അതിൻ്റെ കൂടെ സർചാർജും ഉണ്ടാവേ. അപ്പോൾ ഈ 201 സ്ക്വയർ മീറ്ററിന് വരിക 22,110 രൂപയാണ് ടോട്ടൽ. അതുപോലെ തന്നെ 300 സ്ക്വയർ മീറ്റർ
മാക്സിമം ഏരിയ വരുന്നതിന് 33,000 രൂപയാണ് ടോട്ടൽ ലേബർ സെസ് വരിക. ആ സ്ഥാനത്താണ് നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് 5,500 രൂപ അടച്ച് രസീതി വാങ്ങിച്ചിട്ട് ആ രസീതി കെട്ടിട നമ്പറിൻ്റെ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കുന്നത്. ഇനി അടുത്തത് 301 സ്ക്വയർ മീറ്റർ മുതൽ 400 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ കാര്യമാണ്. അപ്പം അതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക ഒരു സ്ക്വയർ മീറ്ററിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞാൽ 13,050 രൂപയാണ്. അപ്പോൾ നമ്മൾ 50 സ്ക്വയർ മീറ്ററിൻ്റെ ആണ് നേരത്തെ സെസ് അടക്കാൻ തീരുമാനിച്ചത്. മിനിമം 50 സ്ക്വയർ മീറ്റർ എന്ന് ഞാൻ നേരത്തെ പലപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 13,050 രൂപ വെച്ചിട്ട് 50 സ്ക്വയർ മീറ്ററിന് വരുന്നത് 6,525 രൂപയാണ് നിങ്ങൾ ലേബർ സെസ്സായിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ 301 സ്ക്വയർ മീറ്ററാണ് മിനിമം ഏരിയ വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് എത്രയാണ് ലേബർ സെസ് വരിക? മൊത്തത്തിൽ 39,281 രൂപയാണ് മൊത്തത്തിൽ ആ വീട്ടിന് 301 സ്ക്വയർ മീറ്ററുള്ള വീട്ടിന് ലേബർ സെസ് വരിക. അതിൻ്റെ അകത്ത് 6,525 രൂപ അടച്ച് നിങ്ങൾക്ക് രസീതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ രസീതി നിങ്ങൾ കെട്ടിട നമ്പറിൻ്റെ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 400 സ്ക്വയർ മീറ്റർ മാക്സിമം വരുന്ന വീടാണെങ്കിൽ 52,200 രൂപയാണ് ആ വീടിന് ലേബർ സെസ്സായിട്ട് മൊത്തത്തിൽ വരിക. എന്നാലും നിങ്ങൾക്ക് 6,525 രൂപ അടച്ച് ആദ്യത്തെ ഗഡു എന്നുള്ള രീതിയിൽ അടച്ചിട്ട് രസീതി വാങ്ങിച്ച് കെട്ടിട നമ്പറിൻ്റെ അപേക്ഷയോടെ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് 400 സ്ക്വയർ മീറ്ററിന് മുകളിൽ, അത് എത്ര വലിയ വീടായാലും 16,600 രൂപയാണ് ഒരു സ്ക്വയർ മീറ്ററിന് നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീട്ടിന് 50 സ്ക്വയർ മീറ്റർ നമ്മൾ അടക്കുമ്പോൾ 8,300 രൂപയാണ് ലേബർ സെസ്സായിട്ട് വരിക. ക്ലിയർ അല്ലേ പറഞ്ഞു തരുന്നത്? അപ്പോൾ ഈ നമുക്ക് 401 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള വീടിൻ്റെ ലേബർ സെസ് പറഞ്ഞുതരാം, നോക്കാം. 66,566 രൂപയാണ് ലേബർ സെസ്സായിട്ട് മുഴുവനായിട്ട് അടക്കുന്ന സമയത്ത് വരിക. പക്ഷേ ആ സ്ഥാനത്ത് നമുക്ക് വീട്ടിൻ്റെ നമ്പർ ലഭിക്കാൻ വേണ്ടി 8,300 രൂപ അടച്ച് രസീതി നമ്പർ അപേക്ഷയുടെ കൂടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലേബർ സെസ് താൽക്കാലികമായിട്ട് ഒഴിവായിട്ട് കിട്ടും. പക്ഷേ ബാക്കി എമൗണ്ട് നിങ്ങൾ അടച്ചേ തീരും. അത് ഓർമ്മയിലിരിക്കട്ടെ. ഈ 8,300 അടച്ച് ഫയൽ ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കരുത്. ഓക്കെ അല്ലേ? ക്ലിയർ ആകുന്നില്ല? ഇനി ഇത് നിലവിൽ വീടുകളുടെ കാര്യമാണ്. ഇനി ഷോപ്പുകളുടെ കാര്യം പറയണ്ട, അതും ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ. ഇനി ഷോപ്പുകളുടെ കാര്യം പറ. നേരത്തെ നമ്മൾ വീടിൻ്റെ ഓരോ സ്ലാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100 സ്ക്വയർ മീറ്റർ വരെയുള്ളത്, 200 സ്ക്വയർ മീറ്റർ വരെയുള്ള, 300 സ്ക്വയർ മീറ്റർ വരെയുള്ള എന്നൊക്കെ പറയുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ വീടിന് ഗാർഹിക ഉപയോഗത്തിനുള്ള കെട്ടിടത്തിന് നമ്മൾ കൊടുക്കുന്ന സെസ്സിൻ്റെ എമൗണ്ടിൻ്റെ ഒരു സ്ക്വയർ മീറ്ററിന് ഇത്ര പൈസയാവുമെന്ന് പറഞ്ഞില്ല. അതിൻ്റെ 10% അധികം സെസ് നമ്മൾ കമേഴ്സ്യൽ, അതായത് വാണിജ്യ കെട്ടിടങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെയാണ് അവർ നിയമം ഉണ്ടാക്കിയത്. അപ്പോൾ അത് 100 സ്ക്വയർ മീറ്റർ വരെ ഉള്ള ഷോപ്പുകൾക്ക്, അതായത് എത്ര ചെറിയ ഷോപ്പായാലും, അതായത് 100 സ്ക്വയർ മീറ്റർ മാക്സിമം വരുന്ന ഷോപ്പായാലും അതിന് ഒരു സ്ക്വയർ മീറ്ററിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,755 രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിൻ്റെ പ്ലിന്ത് ഏരിയ എത്ര ചെറുതായാലും അതിന് 7,755 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൻ്റെ 1% എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലേബർ സെസ് ആയി ആ ഷോപ്പുകൾ. അതുപോലെ തന്നെ 101 സ്ക്വയർ മീറ്റർ മുതൽ 200 സ്ക്വയർ മീറ്റർ വരെയുള്ള ഷോപ്പുകൾക്ക് ഒരു സ്ക്വയർ മീറ്ററിൻ്റെ നിർമ്മാണ ചെലവ് 10,285 രൂപയാണെന്നാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം 110 ആണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ പ്ലിന്ത് ഏരിയ 110 ആണെങ്കിൽ ആ 110ന് ഈ 10,285 കൊണ്ട് ഗുണിച്ച് അതിൻ്റെ 1% കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഷോപ്പിൻ്റെ ലേബർ സെസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ 201 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള ഷോപ്പുകളുടെ കാര്യത്തിൽ
12,100 രൂപയാണ് ഒരു സ്ക്വയർ മീറ്ററിന് നിർമ്മാണ ചെലവായിട്ട് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലേബർ സെസ് കിട്ടും. പിന്നെയുള്ളത് 301 സ്ക്വയർ മീറ്റർ മുതൽ 400 സ്ക്വയർ മീറ്റർ വരെയുള്ള ഷോപ്പുകളുടെ ലേബർ സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്ററിന് 14,355 രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ലേബർ സെസ് കണക്കൂട്ടിയെടുക്കാൻ പറ്റും. പിന്നെ 400 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള എല്ലാ കെട്ടിടത്തിനും, എല്ലാ ഷോപ്പുകൾക്കും, വാണിജ്യ കെട്ടിടങ്ങൾക്കും 18,260 രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ മീറ്ററിന്. ലേബർ സെസ് വെറും 18,260 രൂപ എന്നല്ല, ഒരു സ്ക്വയർ മീറ്ററിനാണ്. അതായത് 420 സ്ക്വയർ മീറ്റർ ഉള്ള നിങ്ങളുടെ കെട്ടിടത്തിന് 420ന് ഈ 18,260 കൊണ്ട് ഗുണിച്ച് എത്രയാണോ ഉത്തരം കിട്ടുന്നത് അതിൻ്റെ ഒരു ശതമാനമാണ് നിങ്ങൾ ലേബർ സെസ് ആയിട്ട് അടക്കേണ്ടി വരും. ഇതിൻ്റെ എല്ലാം കൂടെ പ്ലസ് ആയിട്ട് ഒരു ശതമാനം സർവീസ് സെസ് ആയിട്ട് വരും. അതായത് ഈ ലേബർ സെസ്സിൻ്റെ ഒരു ശതമാനമായിട്ടാണ് പറയുന്നത്. നിർമ്മാണ ചെലവിൻ്റെ ഒരു ശതമാനമല്ല, നിർമ്മാണ ചെലവിൻ്റെ ഒരു ശതമാനം ലേബർ സെസ്. ഈ ലേബർ സെസ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതിൻ്റെ മാക്സിമം ഒരു ശതമാനം സർവീസ് സെസ് ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദം ആയി എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ എങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ബൈ.